വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. നമുക്കറിയാം സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ ഇങ്ങനെ KSRTC ബസ്സുകളൊക്കെ കട്ടപ്പുറത്തേറിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ കട്ടപ്പുറത്തേറിയ ബസ്സുകളെ വീണ്ടും റോഡിൽ ഇറക്കാനുള്ളൊരു നീക്കം KSRTC നടത്തുന്നു എന്നുള്ളതാണ്. നിരത്തുകളിൽ നിന്ന് പിൻവലിച്ച ഭൂരിഭാഗം ബസ്സുകളും നാമമാത്രമായ അറ്റകുറ്റപ്പണികൾ മാത്രം ചെയ്ത് സർവീസ് നടത്താനാണ് ശ്രമം. KSRTCയുടെ പുതിയ നീക്കത്തിനെതിരെ ജീവനക്കാർക്കിടയിൽ തന്നെ പ്രതിഷേധം ശക്തമാകുകയാണ്. വീണ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. വീണ, ഈ കട്ടപ്പുറത്തേറിയ KSRTC ബസ്സുകളെയൊക്കെ വളരെ നാമമാത്രമായ രീതിയിൽ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി നിരത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു പദ്ധതിയാണല്ലോ നിലവിൽ KSRTC നടത്തുന്നത്. ഇത് ജീവനക്കാർക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടകരമായ ഒരു സാഹചര്യമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രോഹിണി അശ്വതി, KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി അത് നടപ്പാക്കുന്നതിനാണ് UDF സർക്കാർ ആദ്യ പരിഗണന നൽകിയിരിക്കുന്നത്. ആ ആദ്യ പരിഗണനയുടെ സാഹചര്യം തന്നെയാണ് കട്ടപ്പുറത്തേറിയ ബസ്സുകളെ നിരത്തിൽ ഇറക്കിക്കൊണ്ട് സർക്കാരിന്റെ ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ തന്നെയാണ് KSRTC നീക്കം നടത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്ക് അതുപോലെ തന്നെ വടക്ക് അത്തരത്തിൽ തരംതിരിച്ചുകൊണ്ട് മധ്യ കേരളം അങ്ങനെ മൂന്നായി തരംതിരിച്ചുകൊണ്ട് വിവിധ റീജിയണൽ ഡിപ്പോകളിലടക്കം കട്ടപ്പുറത്ത് കയറിയ അറ്റകുറ്റപ്പണികൾക്കായും ഇനി സർവീസിൽ ഇറക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ മാറ്റിയിട്ട ബസ്സുകൾ, അത് 450ഓളം വരും അത്തരത്തിലുള്ള ബസ്സുകൾ. ആ ബസ്സുകളുടെ കണക്കെടുപ്പുകൾ ആരംഭിച്ചു. ആ കണക്കെടുപ്പുകൾ നടത്തി ആ ബസ്സുകൾക്ക് എങ്ങനെയാണ് നിരത്തിലിറക്കാൻ ഇനി സാധിക്കുമോ എന്ന് കൂടിയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നാമം മാത്രമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് അതിനെ നിരത്തിലിറക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി നടപ്പാക്കുവാനുള്ള നീക്കമാണ് KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ, KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ കണക്കെടുക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിന് തൊട്ടടുത്ത മാസങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനി സർവീസ് നടത്താൻ സാധിക്കില്ല എന്ന സാഹചര്യത്തിൽ 150 ബസ്സുകളാണ് ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ളത്. അത് ഒട്ടും സാധിക്കാത്ത ബസ്സുകളാണ്. അത്തരത്തിലുള്ള ബസ്സുകളെ അടക്കം നിരത്തിലിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ AC ബസ്സുകൾക്കല്ല, ഈ ഹ്രസ്വ ദീർഘദൂര ബസ്സുകൾ, അത് സ്ഥിരം സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ കട്ടപ്പുറത്തായത്. ആ ബസ്സുകളുടെ കാലാവധി കഴിഞ്ഞ ബസ്സുകൾ അടക്കമുണ്ട്. ഇനി നിരത്തിലിറക്കാൻ കഴിയാത്ത ബസ്സുകൾ അടക്കമുണ്ട്. ഈ കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ 450 ബസ്സുകളിൽ നിരത്തിലിറങ്ങാൻ സാധിക്കുന്ന ബസ്സുകളെ നിരത്തിലെത്തിച്ചുകൊണ്ട് സർക്കാരിന്റെ ഈ ഒരു പദ്ധതി നടപ്പാക്കാനാണ്. എന്തായാലും KSRTCയുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് തന്നെയാണ് വീണയാണ് വിവരങ്ങൾ നൽകിയത്.